ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ പുഴിയങ്കണ്ടത്തിൻ്റെ കഥയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി സന്തോഷത്തോടെ വരുന്ന സമയത്താണ് വിനീതിൻ്റെ അമ്മയും ചേച്ചിയും കൂടി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. കലിതുള്ളി അവരെ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ. അമ്മാതിരിയാണ് അവരുടെ മുഖഭാവം. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലേ ഗീത എന്ന് സുജാത ഗീതയോട് ചോദിക്കുക. ദേ, എല്ലാവർക്കും കൂടിയുള്ളൊരു അറിയിപ്പാണ്. എൻ്റെ മകൻ വിനീത് കുറച്ച് സമയം മുമ്പേ മരിച്ചുപോയി. എല്ലാവരും അന്തം വിട്ട് പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സുജാതയുടെ വക വെളിപ്പെടുത്തൽ. മരണാനന്തരമുള്ള ചടങ്ങ് ഇന്നേക്ക് 16ാമത്തെ ദിവസം വീട്ടുമുറ്റത്ത് വെച്ച് നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് കർമ്മയെ ക്ഷണിക്കാൻ കൂടിയാണ് വന്നത്. ചടങ്ങ് ലളിതമാണ്, എന്നാലും എല്ലാവർക്കും സദ്യയൊക്കെ ഉണ്ടാകും. വിനീതും ഗംഗയും കൂടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട്, വിനീതാണ് അമ്മയെന്ന് വിളിച്ചത്, രണ്ടുപേരും കൂടി കാലേ തൊട്ട് തൊഴുതാനായിട്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പുറകിലേക്ക് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട്, ആരാടാ നിൻ്റെ അമ്മ? അമ്മയെ കഴിഞ്ഞതൊക്കെ മറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, അടുത്ത് വരരുത്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് തെറ്റാ അമ്മയെ ചെയ്തത്? പറ്റ തള്ളയുടെ കണ്ണ് വെട്ടിച്ച് കള്ളക്കല്യാണം നടത്തിയിട്ട് നീ എന്നോട് ചോദിക്കുന്നോ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്? കള്ളക്കല്യാണോ? നാട്ടുകാർ പറഞ്ഞ് മുറപ്രകാരം തന്നെയാണ് എൻ്റെ വിനീതേട്ടൻ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചത് എന്ന് കാവേരി പറഞ്ഞപ്പോൾ, മുറപ്രകാരമോ? നിൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ വീട്ടിലേക്ക് വന്ന് ഞാൻ പെണ്ണി ചോദിച്ചായിരുന്നു. അന്ന് അത് നടത്തിയായിരുന്നെങ്കിൽ അത് മുറ. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പണവും പത്രാസും പോരായിരുന്നല്ലോ. ഇപ്പോൾ ഇത് കള്ളക്കല്യാണം തന്നെയാണ് നടന്നത്. എടാ, നീ ഏത് വീട്ടിൽ നിന്നാണ് പെണ്ണ് കെട്ടിയിരിക്കുന്നതെന്ന് നീ ആലോചിക്കണം. നിനക്കവിടെ ഒരു ചെരുപ്പിൻ്റെ വില പോലും ഉണ്ടാവില്ലടാ. അപ്പോഴേ നീ ഓർക്കൂ അമ്മയും ചേച്ചിയും പറഞ്ഞത്. ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ ചത്ത എൻ്റെ ശവം കാണാൻ പോലും നീ വന്നേക്കരുത്. സുജാത, ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? എന്തായാലും നിൻ്റെ സ്വന്തം മകനും സ്വന്തം ഏട്ടൻ്റെ മോളും അല്ലേ? സുജാത വെറും വാക്ക് പറയുകയാണെന്നാണ് അമ്മ കരുതിയത്. ഇന്നേക്ക് കൃത്യം 16ാം ദിവസം ഇരിക്കപ്പിണ്ടം വയ്ക്കുമ്പോൾ അമ്മയ്ക്കും വരാം ചാപ്പാട് കഴിക്കാൻ. വാടി എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയും ചേച്ചിയും കൂടെ അങ്ങ് പോവുകയാണ്. വിനീതാണെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, എവിടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രണ്ടുപേരും കൂടി നടത്തമൊക്കെ നടന്ന് അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. സങ്കടത്തോടു കൂടിയാണ് ഗംഗയ്ക്കാണ് ഒത്തിരി സങ്കടമായി പോയത്. എന്തായാലും ഇവരെ സുജാത വീട്ടിലേക്ക് കയറ്റില്ല എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗംഗയുടെ വീട്ടിലേക്കാണ് വന്നത്. ആദ്യം തന്നെ ശാരദയും അരവിന്ദൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കൻ്റെ വണ്ടിയല്ലേ വന്നത്, നീ പോയി നിലവിളക്ക് എടുത്തോണ്ട് വാ. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ നെവിൻ ആദ്യം ഇറങ്ങി ഡോറ് തുറക്കാനായിട്ട് വന്നതാണ്. പക്ഷേ വിനീത് ഇറങ്ങി ആദ്യം. എടാ, നവവരന് ഡോറ് തുറന്നു തരാൻ ഇറങ്ങിയതല്ലേ, എന്തിനാളിയാ ഫോർമാലിറ്റിയൊക്കെ? ഞാനിവിടെ പുതിയ ആളാം. എന്തായാലും അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനമാണ് കേട്ടോ ഗംഗ ഇറങ്ങിയത്. ഗംഗയ്ക്കാണ് ആകെ ഒരു സങ്കടം പോലെയൊക്കെ ഉണ്ട് മുഖത്ത്. ഗംഗ ഇറങ്ങാൻ നേരത്ത് കൈ കാണിച്ചു കൊടുത്തു വിനീത്. പക്ഷേ വിനീതിൻ്റെ ആ കയ്യിലൊന്നും പിടിക്കാൻ നിന്നില്ല ഗംഗ. വിനീത് അങ്ങാകെ എന്താണ്ട് പോലെയായിട്ടോ. അങ്ങനെ ഗംഗ ഇറങ്ങി അങ്ങ് പോവാണ്. എന്തിനാളിയാ ഫോർമാലിറ്റി? ഗംഗ ഇവിടെ പുതിയ ആളാ എന്ന് രവിൻ ചോദിച്ചു. അത് ഗംഗ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. ഗംഗ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഗംഗേച്ചി നിൽക്കുക, കല്യാണം കഴിഞ്ഞാലേ ഒരുമിച്ചാണ് പോകേണ്ടത്. അങ്ങനെ വിനീത് വന്നു. ഇനി പോകാം, നിൽക്ക് ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ, എല്ലാവരും ചേർന്ന് നിന്ന്. അങ്ങനെ നെവിനാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണത്. അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് നെവിൻ ഇങ്ങനെ ഇരിക്കുക. ഇവർ രണ്ടുപേരും കയറി വന്നു. എത്ര കാലമായി ഇങ്ങനൊരു കാഴ്ച കാണാൻ കൊതിക്കുന്നു. ഇനി എനിക്ക് അരവിന്ദൻ്റെ അടുത്തേക്ക് പോയാലും വേണ്ടില്ല എന്ന അമ്മ. എൻ്റെ അമ്മയെ കത്തിച്ച നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ കൊള്ളാവോ എന്ന് ശാരദ ചോദിച്ച് ശാസിക്കുകയാണ്. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശാരദ നിലവിളക്ക് കൊടുക്കുകയാണ് ഗംഗയുടെ കയ്യിലേക്ക്. ആ സമയത്താണ് ഗംഗ ആ വാക്കുകൾ ഓർക്കുന്നത്. ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാണ് ഈ കുന്നും മലയൊക്കെ. എനിക്ക് പറക്കണം വെച്ചാൽ വേറെ നാടുകൾ കാണണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, കല്യാണം കഴിഞ്ഞാൽ പുതിയൊരു ജീവിതം വേണം എനിക്ക് വെച്ചാൽ. ഇതുവരെ കാണാത്ത വീട്ടിലും നാട്ടിലുമൊക്കെ ഉണ്ടാകുന്ന പുതിയൊരു ലോകത്ത് സന്തോഷമായിട്ട് കഴിയണം എനിക്ക്. ആ വാക്കുകളാണ് ഗംഗ മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. വിനീതിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മോൾ എന്താ ആലോചിക്കുന്നത്? ഇത് വാങ്ങിക്കും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ അത് വാങ്ങിച്ചു. വലതുകാല് വെച്ച് ഗംഗ അകത്തേക്ക് കയറാണ്. അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ച മോളെ, അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് ശാരദ ഇങ്ങനെ പറയുകയാണ്. കണ്ണുകളടച്ച് ഗംഗ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അച്ഛനുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ.
വിനീതിനെ നിർത്തി ഒരു ദിവസം വിഷു കൈനീട്ടം കൊടുത്ത കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ ഗംഗയ്ക്കാണെങ്കിൽ അങ്ങ് സങ്കടമായിപ്പോയി. മാത്രമല്ല വിനീത് ഓർക്കുകയാണ് അമ്മാവനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം. അമ്മാവൻ ഗംഗ എനിക്ക് കല്യാണം കഴിച്ച് തരില്ല എന്ന് പറയണമെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാകും. അതെൻ്റെയും കൂടെ നന്മയ്ക്കായിരിക്കും. അമ്മാവൻ ശരി മാത്രമേ ചെയ്യുള്ളൂ, അതെനിക്കറിയാം. മോനെ, ഇത്രയും കാലം എങ്ങനെയാണോ നീ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞു. പിന്നെ ഗംഗ ഇങ്ങനെ ഓർക്കുക, ഗംഗച്ചിക്ക് കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അതൊക്കെ അച്ഛനുള്ളപ്പോഴല്ലേ പോയത്. അച്ഛൻ മാത്രമല്ല, എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ കൂടിയാണ്. എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ തൂത്തുവാരിക്കൊണ്ടാണ് എൻ്റെ അച്ഛൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം ഗംഗ പതുക്കെ നിറ കണ്ണുകളോടെ വിനീതിനെ ഇങ്ങനെ നോക്കി കേട്ടോ. ഗംഗയ്ക്ക് എന്തോ ഈ കല്യാണത്തോട് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ്. ഗംഗ കൈകൾ കൂപ്പി നിന്നിങ്ങനെ കരയുന്നത്, അടക്കി പിടിച്ച് കരയുന്നത് വിനീത് കണ്ടു. ശാരദയെ അപ്പോഴേക്കും ശാരദയല്ല, അമ്മ അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങി. ഇതൊന്നും കാണാൻ അരവിന്ദനില്ലാതെ പോയല്ലോ എന്നും പറഞ്ഞ് കരച്ചിലാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുജാതയ്ക്ക് എതിർപ്പുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതിയത് എന്ന് അരവിന്ദൻ്റെ അമ്മ ഇങ്ങനെ സുജാതയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മയുടെ മോളുടെ സ്വഭാവം അറിയില്ലേ. സുജാത ഇത് അംഗീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 1-2 ദിവസം അത് കഴിഞ്ഞ് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറിക്കോളാം എന്ന് വിനീത് പറഞ്ഞപ്പോൾ അതെന്തിനാ, ഇവിടെ ഇത്രയും നല്ലൊരു ഹോം സ്റ്റേ ഉള്ളപ്പോൾ താമസിക്കാൻ ആളില്ലാഞ്ഞിട്ട് ഇവിടെ റൂം വാടകയ്ക്ക് കൊടുക്കല്ലേ. എന്നാലും അങ്ങനെയല്ലല്ലോ അമ്മേ. വിനീത് ഇതിവിടെ പുതിയ ആളല്ലേ, പുതിയ ആളൊന്നും അല്ലല്ലോ എന്ന് ശാരദ പറഞ്ഞു. അപ്പം നിൻ്റെ അമ്മ എന്ത് കരുതെന്ന് വിചാരിച്ചിട്ടാ? അവളിനി എന്തോ പറയാനും പ്രവർത്തിക്കാനും ഉള്ളത്, അതങ്ങോട്ട് വിട്ടേരെ. പിന്നെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീടല്ലേ, നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു സുരക്ഷ തന്നെയാണ്. ഇവിടെ തന്നെ താമസിക്കും വിനീതേട്ടാ, എങ്ങോട്ടും പോണ്ട എന്ന് നീളമോളും പറഞ്ഞു. കാവേരി ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. നെവിനും ഉണ്ട്. എന്നാൽ പിന്നെ ഞാനും കൂടെ വരട്ടെ, സുരക്ഷ ഡബിൾ ആവും. കാവേരിക്ക് അത് അത്ര പിടിച്ചില്ല കേട്ടോ അവൻ്റെ ആ തമാശ. കാവേരി എന്നും പറഞ്ഞൊരു മോതെ കുറിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മറുപടി ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് യമുന പാലും പഴമൊക്കെ ആയിട്ട് വന്നു. മധുരം കഴിക്കും മക്കളെ. അങ്ങനെ വിനീത് പാല് കുറച്ചധികം കുടിച്ചു കേട്ടോ. വിനീതിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആ പാല് വിനീത് ഗംഗയുടെ നേർക്ക് നീട്ടുക. ഗംഗ അത് കാണുന്നു പോലുമില്ല. ഗംഗ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പാല് നീട്ടി നിൽക്കുന്നത് വിനീതൊട്ട് ഗംഗയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്തായാലും കാവേരി പതുക്കെ ഗംഗയെ തട്ടി. അങ്ങനെ ഗംഗ പാല് വാങ്ങിച്ചു. എന്നിട്ട് ഗംഗയും ആ പാല് കുടിക്കുകയാണ്. വിനീതനാണ് ചെറിയ നാണമൊക്കെ മുഖത്തുണ്ട്. പക്ഷെ ഗംഗയ്ക്കൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. വിനീതിന് ഇഷ്ടമല്ലയോ എന്നൊരു സംശയമില്ലാതെ ഇല്ല. ആ പഴയ ഗംഗ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കല്യാണം വേണ്ടാന്ന് പണ്ട് പറഞ്ഞ ഗംഗ തന്നെയാണ് ഈ ഗംഗ എന്ന് തോന്നിപ്പോകും. അവളുടെ മുഖഭാവമൊക്കെ കണ്ട വിനീതിനെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് വേറെ കാര്യം. എന്തായാലും നെവിൻ എല്ലാവരെയും നിർത്തിക്കൊണ്ട് സെൽഫിയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം ഇവർ മാത്രമായിട്ടോ, അതായത് വീട്ടുകാർ മാത്രം, നെവിൻ ഇല്ലാതെ വീട്ടുകാർ മാത്രമായിട്ടുള്ള ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. നെവിൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം കേട്ടോ, 1 മിനിറ്റ് ആ ഫോണൊന്ന് തരാമോ, എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ കാവേരി നെവിനോട് ചോദിച്ച് ആ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. നെവിൻ കാവേരി തന്നെ നോക്കിയപ്പോണ്ട്. നല്ല മോൻ, ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിന് പകരമായി മോന് ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? എനിക്ക് എന്നെ വിനീതിനെ പോലെ കണ്ടാൽ മതി. ഇപ്പം എനിക്കൊന്നും ചെയ്തു തരണ്ട, വേണ്ടപ്പോൾ ഞാൻ പറഞ്ഞോളാം. അല്ല എന്താ മോനെ, അതൊക്കെ സർപ്രൈസ് ആയിരിക്കട്ടെ മുത്തശ്ശി. എന്താടാ പറ, ഇപ്പം തന്നെ ചെയ്തു തരാം എന്ന് വിനീത്. വേണ്ട ബ്രോ, സമയമാകുമ്പോൾ ഞാൻ പറയാം എന്ന് നെവിൻ പറഞ്ഞു. എന്നിട്ട് കാവേരി ഒന്ന് നോക്കുകയും ചെയ്തിട്ടോ. കാവേരിയാണ് ഫോട്ടോ തിരയുന്നത് അതിലായിരുന്നു. ഇതിനിടയ്ക്ക് ഫോട്ടോയ്ക്കകത്ത് ഗംഗയുടെ മുഖഭാവം കാവേരി ശ്രദ്ധിക്കുകയാണ്. അത് സൂം ചെയ്തിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇഷ്ടമില്ലാത്ത പോലെ ഒരു ഇരിപ്പ്. വിനീതാണെങ്കിൽ തൊട്ട് അറിയുന്നുമില്ല. അതൊക്കെ കാവേരി ഇങ്ങനെ ശ്രദ്ധിക്കുക. രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും കാവേരിയെ പതുക്കെ ശാരദ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക. അമ്മ കയ്യിന്ന് വിട്, ഒരു കാര്യം അറിയാനാന്ന് പറഞ്ഞില്ലേ. എടി ഗംഗയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പം കൂടി നമ്മൾ ഗംഗച്ചിയുടെ അടുത്ത് നിന്നല്ലേ വരുന്നത്. അതിനിടയ്ക്ക് ഗംഗച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഗംഗച്ചി എന്താ പനി പിടിച്ച് കിടക്കുക? എടി അവൾക്ക് കല്യാണം ഇഷ്ടമായോന്ന്. കൊള്ളാം, ഇപ്പോഴാണോ ചോദിക്കുന്നത്? അല്ല, ഗംഗച്ചിയുടെ മുഖത്തൊന്നും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഗംഗച്ചി സംസാരിച്ചില്ല. അപ്പം അമ്മ വന്നു. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ച് രാധമ്മ വന്നു. എന്താ അമ്മ, എത്ര ദിവസമായിട്ട് മെനക്കെട്ട് ഉറക്കമുളപ്പാന്നറിയോ? കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും മനസമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നിന്നോട്ടെ. ഇനിയല്ല പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ. ഇനി എന്ത് ചടങ്ങ്? കാവേരി നീ അകത്ത് പൊക്കെ. അപ്പോൾ കാവേരി ഒന്നും മിണ്ടാതെ നിൽക്കുക. അമ്മ ഏത് ചടങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്? കാവേരി അവിടെ നിന്നോട്ടെ. അവളോട് ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക.
അതിലും പ്രധാനപ്പെട്ട കാര്യം ഇത്. എന്നാൽ കാവേരിയും കൂടെ കേൾക്കട്ടെ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അച്ഛമ്മ ഈ പറയുന്നത്. ഡേ, നിന്നോട് ചോദിച്ചോടി ആരെങ്കിലും, നീ കയറിപ്പോടി. എനിക്ക് ചോദിക്കാതെ തന്നെ ഇതൊക്കെ അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കറിയാത്തത്? അപ്പം പറ ശാരദേ, എവിടെയാണ് ഒരുക്കേണ്ടത്? എന്ത്? ഏത് റൂമിലാന്ന്? എന്തെന്ന്? അമ്മ ഫസ്റ്റ് നൈറ്റ് ഏത് റൂമിലാന്ന്? ഓ അതോ? എടി, ഇവക്ക് ഇച്ചിരി കാര്യവരവം കൂടുതലാണല്ലോ. കയറിപ്പോടി അകത്ത്. വേണ്ട വേണ്ട, നിന്നേക്കാ ഭേദം അവളിവിടെ നിന്നോട്ടെ എന്ന് രാധമ്മ. ഏത് റൂമാണ് ഒരുക്കേണ്ടതെന്ന് പറ. അത് വേറെ റൂം എന്തിനാ? ഗംഗയുടെ റൂം തന്നെ ആയിക്കോട്ടെ. അവിടെയല്ലേ ഞങ്ങൾ കിടക്കുന്നത്, ഞങ്ങൾ പിന്നെ അവിടെ പോയി കിടക്കും. എന്ന ഒരു കാര്യം ചെയ്യാം, ഹോം സ്റ്റേക്ക് വേണ്ടി നമ്മൾ 2 റൂം ഒരുക്കിയിട്ടുണ്ടല്ലോ, അതിലൊന്ന് അവരെടുക്കട്ടെ. ഗുഡ് ഐഡിയ. അതാകുമ്പോൾ ഹോട്ടൽ റൂം പോലെ വൃത്തിയുണ്ട്. എന്നാൽ വിനീതിനെ ആ റൂമിലേക്ക് പറഞ്ഞു വിട്. പിന്നാലെ ഞാൻ ഗംഗയെ പറഞ്ഞയക്കാം. ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്? വിനീതേട്ടാ വാ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകണോ? എന്നാ വേണ്ട, ഞാൻ വിളിച്ചോണ്ട് പോകാം. നീ ഗംഗ ആ റൂമിലേക്ക് പറഞ്ഞയച്ചേരെ. അതൊക്കെ. എന്നാൽ ശരി, ഞാൻ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. ഇനി എന്ത് മറ്റു കാര്യം? അമ്മേ സിനിമയിലൊക്കെ ഇല്ലേ ഫസ്റ്റ് നൈറ്റിന് വരന് കൊടുക്കാനായിട്ട് വധു പാലും പഴമൊക്കെ ആയിട്ട് പോകുന്നത്? അതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? യു ഫുൾ. അത്രോ നീയൊക്കെ എത്തിയിട്ടുള്ളൂ. വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ബാക്കി കിടക്കല്ലേ എന്നും പറഞ്ഞ് രാധമ്മ. ഇനി എന്ത് വെറൈറ്റി എന്ന് കാവേരി. അമ്മേ, അതെന്താ അമ്മേ? ഈ അച്ഛമ്മ പുലിയാണല്ലോ. പുലിയല്ല, പുലിയാ. എൻ്റെ ആദ്യരാത്രി കുളമാക്കാൻ ഈ പുലി എന്തൊക്കെയാണ് ചെയ്തതെന്നറിയോ? എന്തൊക്കെയാ ചെയ്തേ? ഞങ്ങൾ കിടക്കുന്ന കട്ടിലടിയിൽ അച്ഛമ്മ വന്ന് കിടന്നു. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കട്ടിലടിയിൽ നിന്നൊരു ശബ്ദം. അരവിന്ദ, എനിക്കിവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. അതെപ്പോഴാന്നേ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? അതെ എന്നും പറഞ്ഞ് ശാരദ പറയാനായിട്ട് വന്നതാ. എന്നിട്ട് കൊള്ളാലോടി നീയാ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്തൊക്കെ അറിയണോടെ നിനക്ക് എന്നും പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോക്കി, താങ്ക് യു.